ഋഷഭ, സിയ, ഒരു 10 days ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞു. ഇപ്പൊ എന്ത് തോന്നുന്നു? മഹറൂഫിന്റെ ചില തോട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ബ്രസീലിന്റെ ഫുട്ബോളിന്റെ കമന്റ് പറഞ്ഞത് ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി എന്റേതായ കുറച്ച് പൊടിപ്പും തുങ്ങലൊക്കെ വെച്ച് അടിച്ചു. സംഭവം ഏറ്റിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, മലപ്പുറം ജില്ലയിൽ എവിടെ ചെന്നാലും പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണ് ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ അത് അങ്ങ് പൊളിച്ചടക്കി കിടന്നോളും. 2014 ജൂലൈ എന്നൊക്കെ പറഞ്ഞിട്ട് 14 എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടാകും. ഓക്കെ, അടിപൊളി. സുദീപേ, മറൂഫ് പറ, ഈ ഒരു 10 days ട്രെയിനിങ് പ്രോഗ്രാമിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ വാട്ട് യു ഫീൽ? സർ, ഗുഡാണ് സർ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പിലെങ്കിലും കുറെ ആളുകളോട് നമുക്ക് ഒരു കഥയാണെങ്കിൽ കഥ, ഒരു തോട്ടാണെങ്കിൽ തോട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എക്സലന്റ്, അടിപൊളി. Then what else? ഇനി ആരാ? സുദീപ്. ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു തോട്ടാണെങ്കിൽ ആ തോട്ട്, എന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ആ തോട്ട് എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പറയുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർ കേൾക്കുന്നതും എന്റെ റീപ്ലൈ കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി, അടിപൊളി. ഷഹല കേവി. ഓക്കെ, തയ്യബ. 8 മിനിറ്റ് കൂടി നമ്മൾ എടുക്കും. സർ, നമുക്ക് കുറെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട് സർ. പൊതുവെ നമുക്ക് എന്റെ സൗണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ അധികം സംസാരിക്കാത്ത ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് മാറ്റണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി, സൂപ്പർ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മള് വോയിസ് നമുക്ക് തന്നെ കേൾക്കുമ്പോ ഒരു ചടപ്പ് പൊതുവെ വരുമോ? വരും. അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണോ എന്ന്. ഒരുപാട് ആളുകൾക്ക് സെയിം പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ശബ്ദത്തിനെ രണ്ടാമത് പ്ലേ ചെയ്ത് നോക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇത് വേണ്ടെന്ന് ഇല്ല, നമ്മുടെ ശബ്ദത്തെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ അത് മനോഹരമായി മാറും. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്ത വോയിസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാറില്ല. കാരണം ഇപ്പൊ ഈ മറുപ് പറഞ്ഞ അതേ സെയിം സിറ്റുവേഷനിലുള്ളത് തന്നെയാണ്. കാരണം അത്ര എല്ലാവരും നിങ്ങളുടെ ശബ്ദങ്ങൾ ഇത്രയും ദിവസം കേട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ശബ്ദങ്ങൾ അടങ്ങി ഒതുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. മക്കളെ, സാറ് നേരത്തെ വിളിച്ചപ്പോ കുട്ടി കരയായിരുന്നു, അതായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്യായിരുന്നു. ഓക്കെ, ശരി. നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നുണ്ട് പഴയതിനേക്കാളും. എന്ത് ഇമ്പ്രൂവ്മെന്റ് തോന്നുന്നേ? അതായത് ആദ്യമൊക്കെ സംസാരിക്കുമ്പോ എങ്ങനെ തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോ എന്ത് തുടങ്ങുകയാണെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനൊന്നും വരുന്നില്ല. ഓക്കെ, വണ്ടർഫുൾ, അടിപൊളി, സൂപ്പർ. ഡോക്ടർ ഷിബിലി. സാർ, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് സാർ. നമുക്ക് ഇപ്പൊ ക്ലിനിക്കിൽ പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് തന്നെ ആരോട് സംസാരിക്കുന്ന ഒരു കോൺഫിഡൻസ് തന്നെ കൂടിയിട്ടുണ്ട്. മാത്രല്ല പിന്നെ വേറെ ആരോടും ഇപ്പൊ നമ്മള് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്. നല്ല ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറ്റു നെഗറ്റീവ് തോട്ട്സ് വരുമായിരുന്നു ആദ്യം. അതായത് ഒരു ഇൻസെക്യൂരിറ്റി പോയി കിട്ടിയിട്ടുണ്ട്. അടിപൊളി, വണ്ടർഫുൾ. നമുക്ക് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ട്രെയിനിങ്ങിൽ ഒരു വിത്തിൻ 10 days എന്തൊക്കെയാ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ടുഡേ വി ആർ മൂവിംഗ് ഇൻ ടു ദി മൈക്രോ ലെവൽ ഇംപ്രൂവ്മെന്റ് ഇൻ യുവർ ട്രെയിനിങ് സെഷൻസ്. സോ ഷാൽ വി മൂവ്? Yes, sir. Yes. See, you can see the picture I have displayed here. In the previous classes, we already started about telling what are the types of people will be in our classroom. Then first one, positive type, we already discussed, and the second one, quarrelsome type, and third one, disinterested type, fourth one, shy type. Okay. Then fifth one, there will be a all-knowing type. In your class, in your training session, there will be one person who always smile at you. നിങ്ങളോട് മുന്നിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരിക്കും, അല്ലെ? നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ കൊണ്ട് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളൊന്ന് ടോപ്പാക്കിയാൽ മതി. ഓക്കെ, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ആശ്രഫ് ഭായിനോട് ചോദിക്കാൻ മറന്നല്ലോ, എന്തൊക്കെ ചേഞ്ചസ് ഫീൽ ചെയ്ത്? സാർ നമസ്കാരം. ഈ 10 ദിവസം ശരിക്കും ഞാൻ എന്നെ തന്നെ കേൾക്കുകയായിരിക്കും, സത്യം പറയണ അങ്ങനെ പറയാം.
പൊതുവെ നമ്മൾക്കൊരു സ്റ്റേജിൽ എവിടെയും പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വോയിസോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർ ഏത് രീതിയിൽ തന്നെ എടുക്കുക എന്നുള്ളത് പലപ്പോഴും മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നില്ല, അതൊരു ഫീൽ ആവാറില്ല. ശരിക്കും വാക്കുകളിൽ ചില ആ ഒരു മോഡ്യൂൾ റെഡി ആക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഞാൻ അതിന്റെ ഒരു പണിയിലായിരുന്നു. മാത്രം സാറ് തുടക്കത്തിൽ പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമ്മൾ ഒരു സ്റ്റേജിൽ കയറ്റി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥ, അതാണ് ഞാൻ ശരിക്കും ഫീൽ ചെയ്യാൻ, ആ ഒരു രീതിയിലേക്ക് എത്താനുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ. സന്തോഷം. നല്ല എക്സ്പീരിയൻസ്. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം വയനാട് പ്രോഗ്രാമിൽ തലേ ദിവസം നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങൾ നാളെ ഫ്രീ ആണോ എന്ന്. ചില സാങ്കേതിക തകരാറും കൂടെ നിങ്ങളെ കൊണ്ടുവരുന്നതാണ്. ഇൻഷാ അല്ലാ നമുക്ക് അങ്ങനെ ഇൻ ഫ്യൂച്ചർ ആലോചിക്കാം. ഓക്കെ, നോക്കൂ, നമ്മുടെ ടൈപ്പ് ഓൾ നോയിങ് ടൈപ്പ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പിന്റെ പ്രത്യേകത വെച്ചാൽ എല്ലാം അറിയുന്ന പോലെ അയാൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് അയാളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാരണം വെച്ചാൽ ട്രെയിനിങ് സെഷനിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് മൂപ്പരോട്. മുമ്പിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അയാൾ ചെറിയ കമന്റ് ചെയ്യാം, പറയുകയൊക്കെ ചെയ്യാം. അപ്പൊ നമ്മൾ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ട് ഇരുത്തിയാൽ മതി. ഇതേപോലത്തെ എന്തെങ്കിലും മിഠായി നമ്മൾ കയ്യിൽ വെക്കാം, എന്തുണ്ടെന്നുണ്ടെങ്കിൽ ആൾ കൊണ്ട് ഇരുത്തിയാൽ മതി, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ദെൻ എലിവേറ്റഡ് ആൻഡ് പ്രൗഡ് ടൈപ്പ്. ഇവര് മിണ്ടില്ല, മിണ്ടാതക്കില്ല, മീൻസ് വലിയ മിണ്ടൊന്നുമില്ല, ജാടട്ട് അങ്ങനെ ഇരുന്നോളും. ഓക്കെ ഫൈൻ, ഇങ്ങനെ ഇരുന്നോളും. അതുകൊണ്ട് ഇവരെ കൊണ്ട് വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ നോട്ട് അഗ്രീൻ ടൈപ്പ് പറഞ്ഞ ഒരാളുടെ അവിടെ ഞാൻ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ട്രെയിനിങ്ങിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസിനെ അറിയൽ നിർബന്ധമാണ്. നോ ദ ഓഡിയൻസ് വളരെ നിർബന്ധമാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു 2014 ജൂലൈ 8 എന്ന് പറയുമ്പോൾ, അല്ല ജൂലൈ 8 സർ, അത് 14 അതെങ്ങനെ നിങ്ങൾ അങ്ങനെ മാറ്റി പറയല്? ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായി തള്ളണ്ട. എക്സാക്ട്ലി, ചിലപ്പോൾ അത് റൈറ്റ് ആയിരിക്കും. നമ്മളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് ആണ് നമ്മളെ താലിയ മജായി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈയടിച്ചു കൊടുത്താൽ മൂപ്പരോട് ഇരുന്നോളൂ, പ്രശ്നമില്ല. ആരോടും കയറിയിട്ട് നമ്മുടെ ആർഗ്യുമെന്റ്സ് ചിലപ്പോൾ തെറ്റാന്ന് ഒരാൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ മേ ബി എനിക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ക്ലാരിഫൈ ചെയ്തുതരാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ വെരി ഗുഡ്, താങ്ക് യു ഫോർ ദ കമന്റ്, താങ്ക് യു ഫോർ ദ സ്റ്റേറ്റ്, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല. ഡു യു ഗെറ്റ് മീ? വിവാദപരമായ ഒരു സംഭാഷണങ്ങൾ എവിടെയും നടത്തരുത്, പ്രത്യേകിച്ച് ഒരു മതത്തെയും എടുത്തിട്ടുള്ള ഒരു സംഭവങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നുള്ളതാണ്. അപ്പോ അത് നോട്ട് അഗ്രീൻ ടൈപ്പ്. പിന്നെ വേറെ ടൈപ്പ് ഇൻട്രസ്റ്റിംഗ് ടൈപ്പ്. നിങ്ങൾ പറയുന്നതെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി ദേ വർ വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്സ്. ഇവർ നിങ്ങളെ കമന്റ്സിന് വേണ്ടി കാത്തിരിക്കും. വാവ് വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ആ ടൈപ്പാണ് നേരത്തെ പറയുന്നത് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ടൈപ്പ്. പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ട്, ഒരു കുറുക്കന്റെ ഇതുണ്ടോ, ക്രാഫ്റ്റി ക്വസ്റ്റ്യനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്ന ടൈപ്പ് ഉണ്ടാവും. അങ്ങനെയും ആളുകൾ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് നമ്മളെ മുമ്പിൽ ഉണ്ടാവും. സോ to take the classes, to create the training, you should understand how the people will be, why the people will be എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഹൗ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു. വൈ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പല ആളുകൾക്കും they always need recognition, acceptance. ഒരു വലിയ ആളാവുക എന്ന് പറയുന്ന സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചില ഇങ്ങനെ പലതും അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് മെയിൻ ബേസ് എല്ലാത്തിന്റെയും. അപ്പൊ നമ്മൾ ഓർമ്മിക്കുക, ട്രെയിനിങ് മേഖലയിൽ 9 തരം ആളുകളെ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ കാണാം. ഓക്കെ, കണ്ടോ? മുമ്പിൽ കണ്ടു. Then now ഇനി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ചില ആളുകൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവും, ചില ആളുകൾക്ക് കണ്ടാൽ മനസ്സിലാവും, ചില ആൾക്ക് കേട്ടാൽ മനസ്സിലാവും, ചില ആൾക്ക് വീഡിയോസ് ഇട്ടാൽ മനസ്സിലാവും. ഇങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും അതും കാര്യങ്ങളൊക്കെ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മൾ പോകുന്നത്, ഇഫ് യു വാണ്ട് ടു make our training in the best mode, we should have some skills. ആ സ്കില്ലുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. റെഡി? ആ സ്കില്ലുകളെ നമുക്ക് മൈക്രോ ട്രെയിനിങ് സ്കിൽ എന്നോ അല്ലെങ്കിൽ മൈക്രോ ടീച്ചിങ് സ്കില്ല് എന്നോ പറയാം. ഓക്കെ, മൈക്രോ ടീച്ചിങ് ഓർ മൈക്രോ ട്രെയിനിങ്. ഓക്കെ, ഈ ട്രെയിനിങ്ങിൽ നിന്നാണ് ടീച്ചിങ്ങിലേക്ക്, ടീച്ചിങ്ങിൽ നിന്നാണ് ട്രെയിനിങ്ങിലേക്ക് പോകും. സി, മൈക്രോ ട്രെയിനിങ് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ഒരു ടീച്ചർ ഒരു ക്ലാസ് റൂമിൽ അവതരിപ്പിക്കേണ്ട, ഒരു ട്രെയിനർ ഒരു ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തിന് നിർബന്ധമായും ആവശ്യമായ മുഴുവൻ സ്കില്ലുകളെയും ഒരു 5 മിനിറ്റ് സ്കില്ലുകളാക്കി മാറ്റുകയാണെങ്കിൽ, ഓക്കെ, ഒരു 5 മുതൽ 12 വരെ പോവാം, അല്ലെങ്കിൽ 5 to 10 വരെ പോവാം, ഒരു 10 മിനിറ്റിനുള്ളിൽ സ്കിൽ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള സ്കിൽ പ്രാക്ടീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്നത്. ഓക്കെ,
ആ സ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? അതൊരു സ്കെയിൽ ഡൗൺ ആണ്, കംപ്ലീറ്റ് സ്കെയിൽ ഡൗൺ ആണ്. സ്കെയിൽ ഡൗൺ കൊണ്ട് ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ അതൊരു സ്കില്ലാണ്. നമ്മുടെ സംസാരം, സ്റ്റിമുലസ് വേരിയേഷൻ, കയ്യും കാലൊക്കെ ഉപയോഗിച്ച് കയ്യും കാലൊക്കെ ഇളക്കി മൂവ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുക, അത് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറയുന്ന അടുത്ത സ്കില്ലാണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതുക അടുത്ത സ്കില്ലാണ്. ബ്ലാക്ക് ബോർഡ് എങ്ങനെ മായ്ക്കേണ്ടത്? ഇങ്ങനെയാണോ 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 എങ്ങനെ ബ്ലാക്ക് ബോർഡ് മായ്ക്കേണ്ടത്? നിങ്ങളുടെ മുമ്പിലുള്ള ബ്ലാക്ക് ബോർഡ് എങ്ങനെ മായ്ക്കും? ഇങ്ങനെ മായ്ക്കോ, ഇങ്ങനെ മായ്ക്കോ, ഇങ്ങനെ മായ്ക്കോ, ഇങ്ങനെ മായ്ക്കോ, ഇങ്ങനെ മായ്ക്കോ, എങ്ങനെയാണ് മായ്ക്കുക? വെർട്ടിക്കൽ ആയിട്ടാണ് സർ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? മേൽതായോട്ട്. ബാക്കിയുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എന്താ? ചില സമയത്ത് സർക്കിൾ ഷേപ്പിൽ മായ്ക്കാറുണ്ട്. വലത്തുനിന്ന് ആ സിറ്റുവേഷനിൽ എന്താണോ നമുക്ക് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യാം. സിറ്റുവേഷൻ തോന്നാൻ ചെയ്യാൻ പറ്റില്ല ട്രെയിനർമാര്. അല്ല, നോർമലി അങ്ങനെയാണ് എല്ലാവരും ചെയ്യാറെന്ന് പറഞ്ഞത്. വലത്തുനിന്ന് ഇടത്തോട്ട് ഒരു വട്ടം സുന്നത്ത് വലതേവാൻ തുടങ്ങലാണ്. നോക്ക്, നമ്മള് മുകളിൽ നിന്ന് താഴോട്ടാണ് വൈപ്പ് ചെയ്യേണ്ടത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൈറ്റ് ബോർഡ് ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ മായ്ക്കാം. പക്ഷേ സാധാരണ ബ്ലാക്ക് ബോർഡ് സ്കില്ല് പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ മുകളിൽ നിന്ന് താഴോട്ട് പഠിപ്പിക്കാനാണ് പറയാ. അതിന് കാരണം വെച്ചാല് ഈ ചോക്കാണ് നമ്മൾ പണ്ട് ഉപയോഗിക്കുക അല്ലെ? ഈ ചോക്ക് ഇപ്പോഴും ചോക്ക് ഉപയോഗിക്കും. ചോക്ക് നമ്മൾ മുകളിൽ താഴോട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ചോക്കിന്റെ പൊടി പുറത്തോട്ട് തെറിക്കൂല. ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ മുമ്പ് ഇരിക്കുന്ന കുട്ടികളെ ദേഹത്ത് ഫുള്ള് തെറിപ്പിക്കും. നമ്മുടെ ഈ ഷർട്ടില് കംപ്ലീറ്റ് ഉണ്ടാവും. കാരണം ഇത് മേലെ തെറിച്ച് ഇങ്ങനെ വീഴുന്നൊക്കെ നമ്മുടെ ദേഹത്തോട്ട് ഇരിക്കും. കാരണം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ താഴത്തിൽ ഒരു തട്ടുപടി തട്ടി കയറി മേട്ട് പൊക്കി ഒന്ന് ഇങ്ങനെ തട്ടി കഴിഞ്ഞാൽ സംഭവം ക്ലീൻ ആയി. ക്ലിയർ ആയോ? അപ്പൊ ആ മോഡിലാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? ബ്ലാക്ക് ബോർഡിന്റെ യൂസേജ് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് മാത്രമല്ല, നമ്മളിപ്പോ ഇങ്ങനെ നിന്നിട്ടാണ് ചെയ്യുന്നത് വിചാരിക്കും. ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഓഡിയൻസുമായിട്ട് റീച്ച് ഉണ്ടാവും. ഓഡിയൻസിനെ ഒരു റീച്ച് ഉണ്ടാവും. ഇങ്ങനെ നടന്നിങ്ങനെ വായിക്കുകയാണെങ്കിൽ ഓഡിയൻസിനെ നമുക്ക് കാണാം, നമുക്ക് സംസാരിക്കാം. നേരെ പക്ഷെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബോഡി ഫുള്ള് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് കുട്ടികൾ നമ്മളെ ബാക്കിലോട്ട് ശ്രദ്ധിക്കുന്ന പോലെയായിരിക്കും നമ്മൾ വായിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഡു യു ഗെറ്റ് മീ? അപ്പൊ ആസ് എ ട്രെയിനർ, ആസ് എ മെന്റർ, വെൻ യു ആർ ഡീലിംഗ് എ ബ്ലാക്ക് ബോർഡ് ഓർ എ വൈറ്റ് ബോർഡ്, അപ്പൊ നമ്മൾ മേൽ താഴോട്ടാണ് വൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫേസ് യുവർ ഓഡിയൻസിനെ ഫേസ് ചെയ്യാനും കഴിയും, കാര്യങ്ങൾ ചെയ്യാനും കഴിയും. ക്ലിയർ? യെസ്. ദെൻ അപ്പൊ സ്കില്ലുകളെ അങ്ങനെ ഡിഫറെന്റ് സ്കില്ലുകളാക്കി നമ്മൾ മാറ്റുന്നു. സ്കില്ലുകളെ അങ്ങനെയാണ് ഇതിന്റെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ പ്രാക്ടീസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ പോയി അക്കാദമി വരികയാണെന്നുണ്ടെങ്കിൽ അക്കാദമിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓരോ സ്കില്ലിന്റെയും ഓഫ്ലൈൻ പ്രാക്ടീസ് വർക്കിംഗ് ഡേയ്സിൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ഫാക്കൽറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. അടുത്ത ആഴ്ച നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും കേട്ടോ, ഒന്ന് എല്ലാവരും വരണം. ഓൺലൈൻ ഗൾഫുകാർ അവിടെ ഒന്നുകൂടി നിങ്ങളിപ്പോൾ വരണ്ട. ഇതിന്റെ ഈ സ്കിൽ പ്രാക്ടീസിങ് ആണ് ഉണ്ടാവുക. അത് നിങ്ങൾ നോക്ക്, മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇത് ട്രെയിനിങ് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസിന് നമ്മുടെ മുമ്പിൽ ഒരു 5 കുട്ടികൾ ഉണ്ടാവുള്ളൂ, അല്ല 5-10 കുട്ടികൾ ഉണ്ടായിരിക്കും, 5-6 കുട്ടികൾ ഉണ്ടായിരിക്കും. നമ്മുടെ 5 മിനിറ്റ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്യുക. ഒരു സ്കില്ല് പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്ര മിനിറ്റാ? 5 മിനിറ്റ്. അതിൽ കോണ്ടന്റിന് ഒരു ഇമ്പോർട്ടൻറ്റും ഇല്ല. നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ള ഇമ്പോർട്ടൻസ് അല്ല, നിങ്ങൾ എന്ത് സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനാണ് ഇമ്പോർട്ടൻറ്റ്. ഏതെങ്കിലും ഒരു സ്കില്ലാണ് പഠിക്കുക. ഓക്കെ, ഇനി ഞാൻ ഒരുപാട് സ്കില്ലുകൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്കിൽ പ്രാക്ടീസ് നമ്മൾ ലിങ്ക് പ്രാക്ടീസ് എന്ന് പറയാം. നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ എലാബറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ ഇതൊന്ന് മാറ്റി കൊടുക്കാം, ഇത് വേണ്ട. അപ്പൊ എങ്ങനെയാണ് ഒരു ട്രെയിനിങ് നമുക്ക് പ്ലാൻ ചെയ്യുക? ട്രെയിനിങ്ങിന് ഒരു സൈക്കിൾ, എല്ലാ ട്രെയിനിങ് ക്ലാസ്സിനും നമുക്കൊരു സൈക്കിൾ ഉണ്ട്. എസ്പെഷ്യലി ഈ മൈക്രോ ടീച്ചിങ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യുമ്പോൾ there have a cycle. The cycle is starting from the planning. You have to plan what you are going to deliver. 5 മിനിറ്റിന്റെ സ്കില്ലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ 50 മണിക്കൂറിനാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ക്ലിയർ? ഇപ്പൊ നമ്മൾ പറയുന്നത് മൈക്രോ ട്രെയിനിങ്ങിന്റെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ്, മൊത്തം ട്രെയിനിങ്ങിന്റെ പ്ലാൻ അല്ല.
ഓക്കെ, ലിസൺ. അതുകൊണ്ടാണ് ഇവിടെ 6 മിനിറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. യു ആർ പ്ലാനിങ് ടു ഇൻട്രൊഡ്യൂസ് എ ടോപ്പിക്. ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ട്രെയിനിങ് ചെയ്യും. ടീച്ച് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നു. നിങ്ങളെ മുമ്പ് ഇരിക്കുന്ന ആൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. ഹൗ വാസ് മൈ സെഷൻ? ഓക്കെ, ഒരു എക്സാമ്പിൾ, ലെറ്റ് മീ ടെൽ യു ഒരു എക്സാമ്പിൾ. ക്ലാസ് ഈ ട്രെയിനിങ് തുടങ്ങുന്ന സമയത്ത് ആദ്യം ഒരു വീഡിയോ പ്ലാൻ ചെയ്തു. വീഡിയോ പ്ലാൻ ചെയ്ത സമയത്ത് ആൽക്കഹോളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട കുട്ടിയുടെ വലിയ പരിതാപകരമായ സിറ്റുവേഷൻസ് ആണ് അടുത്ത് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ഓഡിയൻസിനോട് നമ്മൾ ചോദിക്കുന്നു, വാട്ട് യു അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ്? അപ്പോൾ നമ്മുടെ ഓഡിയൻസ് പറയും, ഇത് ആൽക്കഹോളിനെ കുറിച്ചിട്ടാണ്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? യെസ്, ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് അബൌട്ട് ദ ഇമ്പാക്ട് ഓഫ് ആൽക്കഹോൾ. നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ടോപ്പിക് എന്താന്ന് പറയുന്നില്ല. ഈ സ്കില്ലിനാണ് നമ്മൾ എന്ത് പറയാ, സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ. സാധാരണ സ്കൂളുകളിലും ട്രെയിനിങ്ങിലും നമ്മൾ എന്താ പറയല്ലേ, യെസ് ചിൽഡ്രൻ, ടുഡേ വി ആർ ഗോയിങ് ടു ടെൽ യു ഓൺ ദ ടോപ്പിക് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഈ ഒരു സംഭവം ഇല്ല. ഫസ്റ്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് സംതിങ് ന്യൂ. ഒന്നെങ്കിൽ നമ്മൾ സ്റ്റോറി പറയും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏതിലേക്ക് എത്തണം? ടോപ്പിക്കിലേക്ക് എത്താം. അപ്പൊ അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. യു വിൽ പ്ലാൻ ആൻഡ് യു വിൽ ടീച്ച്. അപ്പൊ നിങ്ങൾ ഫീഡ്ബാക്ക് എടുക്കും. അപ്പൊ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആദ്യം ഒറ്റ വീഡിയോ ഇട്ടു, വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വെച്ചിരിക്കുന്നത് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ കുറ്റങ്ങളൊക്കെ പറയും. കുറ്റങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, വി ഹാവ് ടു റീപ്ലാൻ. രണ്ടാമത് ഒന്നുകൂടി നിങ്ങൾ വേറെ ഐഡിയ വെച്ചിട്ട് പ്ലാൻ ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാമത് റീപ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ യു ഹാവ് ടു റീടീച്ച് എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും ട്രെയിനിങ് കൊടുക്കണം. അഗെയിൻ യു ഹാവ് ടു ടേക്ക് ഫീഡ്ബാക്ക് ആൻഡ് ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് കൊള്ളാൻ വീണ്ടും ചെയ്യണം, പ്ലാൻ ചെയ്യണം. അപ്പൊ ആക്ച്വലി ദിസ് ഇസ് എ ട്രെയിനിങ്. ഈ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നതിന് ഒരുപാട് സ്കില്ലുകൾ ഉണ്ട്. ആ സ്കില്ലുകളെ മുഴുവനും, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ല, സ്കില്ലുകൾ നമ്മൾ ആദ്യം പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾക്ക് ഒരു പുസ്തകം ഒന്ന്, സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ. ഒരു സ്കില്ല് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി, ഒരു ടോപ്പിക് ആവട്ടെ, ഒരു വിഷയമാവട്ടെ, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടാം സ്കില്ല് സ്റ്റിമുലസ് വേരിയേഷൻ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ അവിടെ എങ്ങനെ പ്രസന്റ് ചെയ്യും, നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ ബോഡി മൂവ്മെന്റ്സ്, നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ അപ്പിയർ ചെയ്യുന്നത്, നമ്മുടെ പുഞ്ചിരി, നമ്മുടെ കണ്ണുകൾ, ഇതെല്ലാം ഏതിൽ വരും? സ്റ്റിമുലസ് വേരിയേഷൻസിൽ വരും. പിന്നെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കില്ലുകൾ നിങ്ങളെ വോയിസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, നിങ്ങൾ എക്സാമ്പിൾ പറയുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ, നിങ്ങൾ തോട്ട് പറയുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെ ഓരോ മാറ്റങ്ങളും കഴിഞ്ഞ പാസ്റ്റ് 10 days ആയിട്ട് യു ആർ പ്രാക്ടീസിങ് റിപ്പീറ്റഡ്ലി. യു ഗെറ്റ് മീ? സോ യു ആർ ആൾസോ പ്രാക്ടീസിങ് ദ മൈക്രോ ലെവൽ ട്രെയിനിങ്. Okay, how to introduce yourself, how to tell about something, how I can say everything very fluently. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. Then next is skill of probing question. Do you know what I mean probing question? Normally when a teacher asks a question, a teacher എന്താ ചെയ്യുന്നത്? Teacher try to understand how much the child has the knowledge. Am I right? Okay? Or the teacher will try to understand whether he is learned or not to give you the punishment. Actually, the real intention of the probing question is, കുട്ടിക്ക് എന്തായാലും ഉത്തരം കിട്ടണം. അതിനുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയാ? പ്രോബിംഗ് ക്വസ്റ്റ്യൻ. ശരിക്കും ക്ലാസ് റൂമിൽ ശരിക്കും സ്കിൽ ഓഫ് പ്രോബിംഗ് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. എല്ലാ ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടില്ല അടിക്കുക എന്നുള്ളതല്ല. പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഒരാൾ വന്നു, ഓക്കെ, ഒരാളോട് നിങ്ങൾ ചോദ്യം ചോദിക്കും. അയാൾ ചോദ്യം ചോദിക്കുമ്പോ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? ഉത്തരം കിട്ടുന്നതിലേക്ക് എത്തിക്കണം. എക്സാക്ട്ലി, ഉത്തരം കിട്ടുന്നതിലേക്ക് എത്തിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കണം. ഡു യു ഗെറ്റ് മീ? യെസ് സർ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ലൂ കൊടുക്കും. അപ്പൊ ട്രെയിനിങ്ങിൽ പ്രോബിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചോദിച്ചു, ഓക്കെ, നിങ്ങൾ പിറ്റ് സ്റ്റോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പിറ്റ് സ്റ്റോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? പിറ്റ് സ്റ്റോക്ക് കേട്ടിട്ടുണ്ടോ?
ഒരു ക്ലൂ തരാം. ഇത് റേസിംഗ് കാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. എനിബഡി? നോ. റേസിംഗ് കാറിന്റെ ഇടയിൽ കാറിന്റെ ടയർ മാറ്റുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിനെ കുറിച്ച് നിങ്ങൾ കേട്ടണോ? ഇല്ല. അപ്പോ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസിംഗ് കാറിന്റെ ടയർ മാറ്റാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ പ്രൊസീജിയർ പറയുന്ന പേരാണ് പിറ്റ് സ്റ്റോപ്പ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, എത്ര സമയം എടുക്കും 4 ടയർ മാറ്റാൻ? 25 മിനിറ്റ്. പിന്നെ you can comment. 1 മിനിറ്റ്. 1 മിനിറ്റ്. 5 minutes. 5 minutes. നിങ്ങൾ നോക്കുക, ടയർ മാറ്റുന്ന ആളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിരിക്കും അസ്നന്റെ ഒരു ബുദ്ധിക്ക് വയ്യ. അസ്ന, അത് റേസിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 സെക്കൻഡുകൾ കൊണ്ട് 4 ടയർ ഒരു മാറ്റിയിടും. എത്ര ഫാസ്റ്റിലാണോ അത് മാറ്റിക്കൊള്ളാൻ കഴിയുന്ന കമ്പനി, അത്രയും ഫാസ്റ്റിൽ ആ ഡ്രൈവർ മുമ്പിലെത്തും. യു ഗെറ്റ് മീ? അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. സോ അപ്പൊ നമ്മളിപ്പോ ചെയ്ത എന്താ, നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവാണ്, ചോദ്യങ്ങൾ ചോദിച്ച് അല്ല അഷ്റഫിനോട് ചോദിച്ചു, അഷ്റഫ് ഉത്തരം പറയും. അപ്പൊ ഉത്തരം അഷ്റഫിന് കിട്ടുന്നില്ല. എന്താ സുമയ്യ? ഞാൻ ലെഫ്റ്റ് ആവണ്ട, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ ക്ലാസ് ഉണ്ടെങ്കിൽ പോകണമെങ്കിൽ ഇവിടെ പറയണ്ട കേട്ടോ. ലെഫ്റ്റ് ആവാന്ന് പറയണ്ട, ഒന്നെങ്കിൽ മുൻകൂട്ടി പെർമിഷൻ എടുത്താൽ മതി. ഫ്ലോക്ക് ഒരു പ്രയാസമായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? മെല്ലെ ചോദിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ചടപ്പല്ല ഫീൽ ചെയ്തത്, ക്യൂരിയോസിറ്റിയാ തോന്നി. ആം ഐ റൈറ്റ്? അല്ലേ? നേരെ ജസ്റ്റ് പറയും പിറ്റ് സ്റ്റോപ്പ് എന്താണ്? അതറിയില്ല. ഇത്തരം കാലം അറിയില്ല. സുദീപിനെ അറിയോ? അറിയില്ല. നിങ്ങളൊക്കെ ഏതാണ്ട് എന്താ നിങ്ങൾ കഥ? നൗഷബക്ക് അറിയില്ല. ഈ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു വെറുപ്പിക്കൽ സ്വഭാവമാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ ട്രെയിനർക്ക് ഉണ്ടായേണ്ട സ്കില്ല് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ക്വസ്റ്റ്യനിന്റെ ട്രെയിനിങ് സ്കില്ലാണ് അടുത്ത സ്കില്ല് കേട്ടോ. ക്ലിയർ? ദെൻ സ്കിൽ ഓഫ് എക്സ്പ്ലെയിനിങ്, വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ കണ്ടോ? നിങ്ങൾ തോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ കണ്ടോ? ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായതില്ല ഇത്രയും ദിവസം എന്തിനാണ് ഈ തോട്ട് പറയിച്ചത്, ഇത്രയും ദിവസം എന്തിനാണ് ഈ റിപ്പീറ്റ് ചോദിച്ചത്, അല്ലേ? ആണോ? ഇതിങ്ങനെ പറയിപ്പിക്കുമ്പോൾ ഇപ്പോഴാണ് അത് പിടുത്തം കിട്ടിയത്, ഇത് എവിടേക്കാണ് അടുത്ത സെഗ്മെന്റിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. നോക്ക്, സ്കിൽ ഓഫ് റീഎൻഫോഴ്സ്മെന്റ്. എന്താ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല്? ടെൽ മീ, പറഞ്ഞുതരൂ എന്താ റീഎൻഫോഴ്സ്മെന്റ് പറഞ്ഞാല്? പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സ്കില്ലാണ്. എല്ലാരും വെരി ഗുഡ് എന്ന് പറഞ്ഞേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അടിപൊളി. ദൂരെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കമന്റ് ഇട്ടാലേ ആകെ മതി. ആ ഒറ്റ ഡയലോഗില് അത് ഫ്ലാറ്റ് ആണ്. നിങ്ങൾ എല്ലാ വേദികളിലും എവിടെ സംസാരിക്കാൻ കയറി കഴിഞ്ഞാൽ, എന്ത് ഫീഡ്ബാക്ക് കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും അവിടെ പ്രസന്റ് ചെയ്ത ആളെ ഒരു പടി മേലോട്ടാണ് വെക്കണം. വണ്ടർഫുൾ, അടിപൊളി. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾ എവിടെ ട്രെയിനിങ് വിളിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ട്രെയിനിങ്ങിന് കയറി നിന്നിട്ട് നിങ്ങൾ അവിടെ പറയണം എന്ത് അറിയോ? താങ്ക് യു സോ മച്ച്. ഞാൻ വളരെയധികം സന്തോഷിക്കാം ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു മാനേജ്മെന്റ്. റിയലി യു ആർ ലക്കി. ഈ ഒരു വരി നിങ്ങൾ എവിടെ പോയാലും പറയും. യു ഗെറ്റ് മീ? ഒരു വാക്കുകൂടി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടി ഒരു കയ്യടി നിങ്ങൾ കൊടുക്കണം. അത് എന്തിനാണെന്നറിയോ? അതൊരു അപ്രീസിയേഷൻ. യു ഗെറ്റ് മീ? നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകളോട്, കൂട്ടുകാരോട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ജനറലി ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് കളിയാക്കുകയാണ് നമ്മളെ ഇഷ്ടം.
പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, യു ഹാവ് ടു അപ്രീഷിയേറ്റ്. അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് കൊടുക്കാം. യെസ്, അടിപൊളി, സൂപ്പർ, ഒന്നും പറയല്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്ട് ദേ വിൽ ഫീൽ, ഈ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ക്ലാസ്സിന് പോയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്രീസിയേഷൻ സ്റ്റാർട്ടിങ് ഫ്രം അവർ ഹോം, നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണം. അതിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ എത്തുള്ളൂ കുട്ടികളെ? മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഈ അപ്രീസിയേഷൻ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായാലേ കഴിയില്ല. ക്ലിയർ? യെസ്, ഫൈൻ. അപ്പൊ നമ്മൾ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം. അടുത്ത റീഎൻഫോഴ്സ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സ്കിൽ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് നമ്മൾ പറഞ്ഞു. Then what is next skill? Next skill is skill of classroom management. It's one of the important skill you should have. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ there have 9 item type of students will be near the classroom and you have to manage everybody. അല്ലേ? Every type of student you should manage. So what you can do to handle the situation? നിങ്ങൾക്ക് situation handle ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? That is skill of management. You get me? നിങ്ങൾ അങ്ങ് ചെന്ന് നിന്നാൽ നിങ്ങളുടെ പുഞ്ചിരിയിൽ, നിങ്ങളുടെ ഡയലോഗിൽ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷണറി ലെസണിൽ, നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ, നിങ്ങളുടെ ഗെയിമിൽ ദേ ഷുഡ് ബി, അതിലിങ്ങനെ മിങ്കിളായി കിടന്ന് കളിക്കണം അവർ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം യെസ്, ഈ ട്രെയിനറെ അങ്ങോട്ട് അയക്കും. നമുക്ക് അവസരങ്ങൾ വരുമ്പോ, ഞാൻ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട് ഇതേപോലെ. നമുക്ക് കോള് വരുമ്പോ അങ്ങനെ പോയി കൂടുതൽ വൈ അത് ഡീൽ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും സ്കില്ലുകൾ മിനിമം ആരറിയണം? നമ്മളറിയണം. ഈ ലാസ്റ്റ് യൂസിങ് ബ്ലാക്ക് ബോർഡ് ഞാൻ ആൾറെഡി പറഞ്ഞതുകൊണ്ടാണ്. ഇനി നമ്മൾ ഇന്നൊന്ന് പഠിക്കണം. നാളെ നിങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്കിൽ ഓഫ് സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ പ്രസന്റ് ചെയ്യുമ്പോൾ അയാളുടെ ഫുൾ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കുക ആളെ? ഒരു ക്ലാസ് എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക? വൈ? എന്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം? ആക്ഷൻ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ വീഡിയോ ഓൺ ആക്കി ഇരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? എന്റെ ക്ലാസ്സിൽ എനിക്ക് ഞാൻ ഇപ്പൊ വീഡിയോ ഓഫ് ആക്കിയിട്ട് ക്ലാസ് എടുക്കാന്ന് വിചാരിച്ചു, എന്താ സംഭവിക്കുക? ക്ലാസ് എടുക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ക്ലാസ് കേൾക്കുന്ന ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എടുക്കുന്ന ആളെ കമ്മിറ്റ്മെന്റ് കുറയും. Am I right or not? Yes. Yes or no? Yes. അപ്പൊ നിങ്ങള് ക്ലാസ്സില്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ട്രെയിനറിന്റെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ my communication only 20%. And my body language, my modulation, my expression, my force, my power is the thing that you are sustaining here. And the voice modulation, and the dialogue, and the body language. ഇതാണ് ആരവിടെ പിടിച്ചിരിക്കുന്നത്? കേൾക്കുന്നവരെ. അപ്പൊ നിങ്ങൾ ഇന്നു മുതൽ കണ്ണാടിയിൽ നോക്കണം. കണ്ണാടിയിൽ നോക്കി സംസാരിച്ചു നോക്കണം. പുഞ്ചിരിക്കാൻ പഠിക്കണം. ആരുടെ മുമ്പില്? ഓഡിയൻസിന്റെ മുമ്പില്, കണ്ണാടിന്റെ മുമ്പിൽ പുഞ്ചിരിച്ചു നോക്കണം. പല്ലൊക്കെ കാണിച്ചിങ്ങനെ ഇളിക്കാന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ നമ്മളെ ഭംഗി കൂടും. സത്യം പറഞ്ഞാല് യഥാർത്ഥ നമ്മളെ ഭംഗി നമ്മൾ ചിരിക്കുമ്പോഴാ വരിക. നിങ്ങൾ ശ്രദ്ധിച്ചോ? പക്ഷെ അതിന് ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ വേറെ ആരാ? നമ്മൾ ചിരിക്കുന്ന എപ്പോഴാ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ചിരിക്കോ? ഇല്ല. വേറെ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കുക. അയാൾക്ക് നമ്മളെ ഭംഗി ആസ്വദിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ചെറിയ കുട്ടികളെ നോക്ക്, അവരിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ രസമുണ്ടോ? എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. സോ ചിരിയിൽ എന്തുണ്ട്? പുഞ്ചിരിയിൽ ധർമ്മമുണ്ടെന്ന് വെറുതെ പറഞ്ഞാൽ പുഞ്ചിരിയിൽ ഭംഗിയുണ്ട്. അപ്പൊ ചിരിക്കാൻ പഠിക്കണം. ഈ ചിരി, അപ്പൊ സ്റ്റിമുലസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉണ്ട് നിങ്ങളിങ്ങനെ ഓരോ നോക്കുമ്പോൾ എന്റെ പഠിച്ചവനെ ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കും. സി the first one in the stimulus variation components, നോക്ക്, നിങ്ങളുടെ മൂവ്മെന്റ്സ്.
ടീച്ചർ ക്ലാസ് റൂമിൽ ഒരടി മുന്നോട്ട് വെക്കുകയാണെങ്കിൽ there should be an intention അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു വെറുതെ ക്ലാസ് റൂം കയറണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കരുത്. ഓക്കെ, അപ്പൊ അതിനെന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് ദ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിനെ നിങ്ങളെ മനസ്സിലൊന്ന് മുറിക്കണം. എങ്ങനെ മുറിക്കും? 4 കഷ്ണാക്കി മുറിക്കാം. മുറിച്ചോ? അല്ലേ? 4 കഷ്ണാക്കി എങ്ങനെ മുറിക്കുക? ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങേ അറ്റത്ത് ഒരാള്, അങ്ങേ അറ്റത്ത് ഒരാള്, അങ്ങേ അറ്റത്ത് ഒരാള്, ഇങ്ങേ അറ്റത്ത് ഒരാള്. അപ്പൊ ഇയാളൊന്ന് നോക്കി, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ നോക്കി, ഇപ്പുറത്ത് നോക്കി, നേരെ ഇപ്പുറത്ത് നോക്കിയാൽ ഒരു റൗണ്ട് ചെയ്ത് പൂർത്തിയായി. ക്ലാസ് മൊത്തം നിങ്ങളുടെ കൺട്രോളിൽ, നിങ്ങൾ ഐ കോണ്ടാക്ട് വന്നു. പിന്നെ ഒരു ക്ലോക്ക് വൈസിൽ ഒന്ന് ഇങ്ങനെ നോക്കുക, ആന്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ക്ലാസ് കൊണ്ട് ആരെ കൺട്രോൾ വന്നു? ഇങ്ങനെ നോക്കുകയല്ല കേട്ടോ പറഞ്ഞേ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 2 3 4 ഇങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് നോക്കി, അവിടെ നിന്ന്, അവിടെ നിന്ന്, ആ ഒരു 4 സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ കാണുക ക്ലാസ്സിനെ. ഞാൻ പറഞ്ഞത് കത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല, അവരുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ സി ദ വൈറ്റ് ബോർഡ് നമുക്ക് നോക്കാം. ഇവിടെയാണ്, ഇതാണ് നമ്മളെ ക്ലാസ് റൂം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ നിൽക്കുന്നു, നമ്മളെ ബെഞ്ചിമേലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്, ഇവിടൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്, ഇവിടൊക്കെ ആൾക്കാർ ഇരിക്കുകയാണ്. 2 റോ ഉണ്ട് വിചാരിച്ചോടി, ഫുൾ ആൾക്കാർ നേരം ഇരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 1 2 3 4 മനസ്സിലൊന്ന് മുറിക്കണം. മനസ്സിലായോ സാറേ? എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അടുത്ത നോട്ടം ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, പിന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്കുക, പിന്നെ ഒന്ന് ഇങ്ങോട്ട് നോക്കുക. അപ്പോഴേക്കും ഒരു റൗണ്ട് ഇത് പൂർത്തിയാവും. ഓക്കെ, മൊത്തം കുട്ടികളെ കവർ ചെയ്ത ഫീലിംഗ് ആർക്കുണ്ടാവും? നമുക്കുണ്ടാവും. പിന്നെ ഇതിങ്ങനെ ഒന്നിങ്ങനെ മൊത്തം ഇങ്ങനെ ഇങ്ങോട്ട് റൗണ്ട് അടിച്ചൊരു നോട്ടം നോക്കുക, അതേപോലെ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് റൗണ്ട് അടിച്ചൊരു നോട്ടം നോക്കുക. അപ്പോൾ ഇതിനെന്തായി? മൊത്തം കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്തു? കയ്യിലെടുത്തു, നിങ്ങളുടെ നോട്ടത്തിനുള്ളിൽ വന്നു. യു ഗെറ്റ് മീ? മനസ്സിലായി? ഡോക്ടറിനെ ചോദിക്കണേ. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു. ഇനി നിങ്ങൾ നിൽക്കുന്ന ഏരിയ നിങ്ങൾ നോക്കുക. നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾ നിൽക്കുന്ന ഏരിയ, നിങ്ങൾ ശരിക്കും സെൻട്രലാണ്, ഈ നടുവിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഇവിടെ നിങ്ങൾ നിൽക്കേണ്ടത് കേട്ടോ. ഇതാണ് നമ്മുടെ പോസ്ചർ. ഓക്കെ, നിങ്ങൾ ഇവിടേക്ക് നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാരോട് ചോദ്യം ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഈ ഒരു ബോഡി കൊണ്ട് ഇവിടെ ഫുള്ള് നിങ്ങൾ കവർ ചെയ്യും, ഈ ഏരിയ ഫുള്ള് നിങ്ങൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇവിടെ ആണെങ്കിൽ ഇവിടെ ചോദ്യം ചോദിക്കുക, ഇപ്പുറത്ത് ചോദ്യം ചോദിക്കുക. അപ്പൊ ഈ ബോഡിയോട് നിങ്ങൾ ഇവിടെ കവർ ചെയ്യുകയും നിങ്ങൾ ഐ കോണ്ടാക്ട് കൊണ്ട് നിങ്ങൾ ഇവിടെ കവർ ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? യെസ്. അല്ലാതെ ക്ലാസ് റൂമിൽ വെറുതെ ഒരു ക്ലാസ് റൂമിൽ, ഇപ്പൊ ക്ലാസ് റൂമാണ്, വലിയൊരു ക്ലാസ് റൂമാണ്, 2 ഭാഗത്ത് ടീച്ചർ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ കുറെ വെറുതെ നടക്കരുത്. ഓരോ നടത്തത്തിനും എന്ത് വേണം? ഓരോ പർപ്പസ് വേണം. വെറുതെ നടന്ന് സമയം തീർക്കരുത്. ഡു യു ഗെറ്റ് മീ? അപ്പൊ നിങ്ങൾ നോക്കിയേ. അപ്പൊ ഒന്ന് മൂവിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് സം പർപ്പസ് നടക്കണമെങ്കിൽ അതിൽ കാരണമാണ്. ഓക്കെ, കാരണം നമുക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ചെരിഞ്ഞിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ റിലാക്സ്, ഭയങ്കര റിലാക്സ് ആവണം. ഓക്കെ, കാരണം എന്താ? Move freely and relax to avoid fear and controls the students' behavior. നമ്മള് എന്ത് ചെയ്യരുത്? സ്ട്രെസ്ഡ് ആയി നടക്കരുത്. നമ്മളെ നൃത്തം കണ്ടാൽ തന്നെ ടെൻഷനായി. നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കാൻ പോവാന്ന് വിചാരിക്കും. ഓക്കെ, സപ്പോസ് നമ്മൾ ട്രെയിനിങ്ങിലാണുള്ളത്. ട്രെയിനിങ്ങിൽ ഓഡിയൻസിനെ കണ്ടപ്പോൾ നമ്മൾ ആ കയ്യിൽ നിന്ന് പോയി. നമ്മള് ഇന്നസെന്റിന്റെ ഒരു സീനില്ലേ, സപ്പോ ആ ഒരു അവസ്ഥയിലല്ലാതെ ഇങ്ങനെ നിൽക്കരുത്. വളരെ ഇങ്ങനെ നമ്മൾ നടത്തം കണ്ടാൽ ഇങ്ങനെ ഒരു പേടി തോന്നും. ഓഡിയൻസിന് ഒരിക്കലും ഒരു ഇയാളൊക്കെ കയ്യിൽ നിന്ന് പോയിണേ, ഇയാൾ എന്തൊരു മണ്ടന എന്ന് തോന്നരുത്. അപ്പൊ നിങ്ങൾ പുഞ്ചിരി അവിടെ വേണം. എന്ത് പറഞ്ഞാലും ഒരു പുഞ്ചിരി അവിടെ വേണം. യു ഗെറ്റ് മീ? നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നഷ്ടപ്പെടുമ്പോൾ ആളുകൾ വിചാരിക്കും നിങ്ങൾ പേടിയോ ഭയമോ ഉണ്ട്. റൈറ്റ്?
അപ്പൊ നിങ്ങളുടെ മൂവ്മെന്റ്സ്, ദ മൂവ്മെന്റ് ഷുഡ് ബി ഷാർപ്പ് വിത്ത് പേർപ്പസ്. നിങ്ങളുടെ എല്ലാ മൂവ്മെന്റ്സിനും അവിടെ ഒരു ഇന്റൻഷൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. നെവർ റൈറ്റ് ഓൺ ദ ബോർഡ് വൈൽ ടോക്കിംഗ്. നിങ്ങൾ സംസാരിച്ചുകൊണ്ട് ബോർഡിൽ ഇങ്ങനെ എഴുതരുത്. ബോർഡിൽ എഴുതുമ്പോ ബോർഡ്, അത് കഴിഞ്ഞതിന് ശേഷം ടോക്ക്. യു ഗെറ്റ് മീ? ഓക്കെ. നോ എക്സ്പ്ലനേഷൻ വൈൽ വാക്കിംഗ് അറൌണ്ട് ഓൾ ദ ടൈം. നിങ്ങൾ ക്ലാസ് റൂമിൽ നിങ്ങൾ അഥവാ നടക്കുകയാണെന്ന് വിചാരിച്ചോ, മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഈ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് മൂവ് ചെയ്യരുത്. ചില മൂവ്മെന്റിൽ ക്ലാസ് ഉണ്ടായിരിക്കും, അത് ഈ ആക്ഷന്റെ ഭാഗമാണ്. എങ്ങനെ സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചാടി കളിക്കില്ലേ? എന്തോ ഒരു കോമഡി. സത്യത്തിൽ ഇപ്പോ എന്തൊരു കോമഡിയാന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എന്തൊരു കോമഡിയാന്ന് പറയും. സി, നമ്മുടെ മുഖത്ത് നമ്മൾ എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ടായിരിക്കും. ഒരു ഭയങ്കര കോമഡി പറയുന്നത് ഇങ്ങനെ പറയാം, എന്തോ ഒരു കോമഡി, എന്തോ ഒരു പൊട്ടത്തര, ഇങ്ങനെ പറയുന്നതോടുകൂടി നമ്മളെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഈ ഓഡിയൻസ് നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഓഡിയൻസ് എന്ത് മനസ്സിലാവും? എന്ത് മനസ്സിലാവും? കരച്ചില് വരികയാണെന്ന്, ഓ മൈ ഗോഡ് ഉടപ്പിച്ച് എന്ന് പറയുമ്പോൾ സങ്കടം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സങ്കടം വരൂലേ? വരണം. വളരെ സങ്കടത്തോടു കൂടി അവൻ പറഞ്ഞു, അവന്റെ ഹൃദയങ്ങളിൽ നിനക്ക് സ്ഥാനമില്ല. എന്ത് സങ്കടം? വളരെ സങ്കടത്തോടുകൂടി, വളരെ വിഷമത്തോടുകൂടി ആ അച്ഛന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വന്നപ്പോ അവന്റെ ഹൃദയം ഒന്ന് കടന്നു. സി, നമ്മൾ ഈ പറയുന്നോട് കൂടിയിട്ട് അവരെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറിക്കൊള്ളണം. ക്ലിയർ? സാറേ ഇതൊക്കെ ഇപ്പൊ നടക്കുമോ? ഇറ്റ്സ് പോസിബിൾ. കാരണം നമുക്ക് നമ്മുടെ ചില മൊമെന്റുകൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, നമുക്ക് അറിയാതെ വരുന്ന സംഭവമാണ് ഇതൊക്കെ. നമ്മളൊന്ന് അവിടെ എന്ത് ചെയ്യണം? മാനിപ്പുലേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. യു ഗെറ്റ് മീ? ഓക്കെ. അപ്പോ നടക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ലുക്കിംഗ് ഡൗൺ സ്റ്റെയർസ് അബ്സർവ് ബൈ ടീച്ചിങ് അറൗണ്ട് ദ ക്ലാസ്, സീയിങ് സിറ്റുവേഷൻ, ലുക്ക് ഇൻടു ദ സ്റ്റുഡന്റ്സ് ഐസ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് പറയും, നോക്ക്, ആളുകളുടെ കണ്ണിലേക്ക് നോക്കണം. കണ്ണിലേക്ക് നിങ്ങൾ നോക്കി സംസാരിക്കണം. അല്ലെ? എങ്ങനെയാ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക? നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ ഓഡിയൻസിലേക്ക് വരുമ്പോൾ, സി കുട്ടികളെ എന്ന് പറയുമ്പോൾ കുട്ടികളെ എന്നുള്ള രൂപത്തിൽ നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ ആൾ വരണോ? അല്ല നമ്മള് ഒരു കഥ നിങ്ങളോട് അറിയാണ്ട്. ഇനി മുമ്പ് ഒരാള് അയാളുടെ പകരം ഇങ്ങനെ തെക്കും വടക്കും നോക്കിയിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കരുത്. ഗെറ്റ് മീ? നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇസ് ദ തിങ് ദാറ്റ് മേക്ക് അവർ ക്ലാസ് റൂം പെർഫെക്റ്റ്. നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയുമോ? നിങ്ങളുടെ ശരീരം ചലിപ്പിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ഓഡിയൻസ് അവിടെ ഇരിക്കും. നിങ്ങൾ കഥ പറയുന്ന സമയം നിങ്ങളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ഇടറിക്കൊണ്ട് പറയാൻ കഴിയുമോ? സന്തോഷം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. നിങ്ങളെ ക്ലാസ് റൂമിൽ കുട്ടികളെ കാത്തിരിക്കും. യു ഗെറ്റ് മീ? കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് കരഞ്ഞിട്ട് കുട്ടികൾ പുറത്തിറങ്ങും. ഓക്കെ. സോ മൂവ് away students asking questions to involve other students. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു ഭാഗം ചോദ്യം ചോദിക്കുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് പോകണം, മറ്റേ ഭാഗം ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഭാഗത്തേക്ക് നിങ്ങൾ മൂവ് ചെയ്യണം കേട്ടോ. ഒബ്സർവ് ദ ഹോൾ ക്ലാസ് സ്ലോലി ഫ്രം ദ ബാക്ക് ടു ഫ്രണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കോ ഉള്ള മൂവ്മെന്റ്സ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. Then the students will feel that you are looking everywhere. Okay? ഇനി നെക്സ്റ്റ് വൺ, ഈ സ്റ്റിമുലസ് വേരിയേഷൻസിന് അടുത്ത കോമ്പണന്റ്, ഇതൊക്കെ ഓരോ കോമ്പണന്റ് കേട്ടോ. ഇനി നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ അടുത്ത ആഴ്ച വരുമ്പോൾ, അടുത്ത ഞായറാണ് ഓഫ്ലൈൻ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ സൺഡേ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിന്റെ പ്രാക്ടീസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഗൾഫുകാർ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ട് ഇവാലുവേറ്റ് എന്തായാലും ചെയ്യണം. ടീച്ചേഴ്സ് എന്തായാലും ഇവാലുവേറ്റ് ചെയ്ത് തരും നിങ്ങളുടെ പ്രസന്റേഷൻ. ജസ്റ്റേഴ്സ് ഒക്കെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഒരു ടോപ്പിക്കും ഒരു സംഭവങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നല്ലോണം ടീച്ചേഴ്സ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. സി, ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തല എങ്ങനെ ആക്കിക്കേ, ഹെഡിനോട് ഇതേ, ഓക്കെ, കൈ ഇങ്ങനെ ആക്കിയേ, ആക്കിയില്ലേ? ഇത് അപ്പോ ഈ തലയും ഈ കൈകളും
ഇതൊക്കെ നമ്മുടെ ഈ ഷേപ്പും സൈസും മൂവ്മെന്റ്സും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നോക്ക്, ഒരു 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 ഇമ്പോർട്ടന്റ് കാര്യം ഐ ഹാവ് ടു ടെൽ യു എന്ന് പറയുമ്പോ എന്നെ കാണുമ്പോ ഇതൊക്കെ ഓട്ടോമാറ്റിക് വരുന്നതാ, ഉണ്ടാക്കി വെച്ചതല്ല. വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ടോണും എൻ്റെ സ്ലാങ്ങും എൻ്റെ മുദ്രയും, സെലികുമാർ ദിമുദ്ര ഏകമുദ്ര ഒക്കെ ശ്രദ്ധിച്ചോളൂ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വലിയ കാര്യം, ഒരു വലിയ ഐഡിയ എന്ന് പറയുമ്പോൾ ഇത് വലുതാവണം. നേരെ മറിച്ച് ഒരു വലിയ ഐഡിയ എനിക്ക് പറയാണ്ട് പറഞ്ഞാൽ അതെന്തായി പോയി, ചെറുതായി പോയില്ലേ? ഇപ്പൊ നമ്മളുടെ എന്താ പറയാ, ആ പ്രോബ്ലം സോൾവ് ചെയ്തു എന്ന് പറയുന്നത് സോൾവ് ചെയ്യലാണ്. ആ പ്രോബ്ലം ഇട്ട് സോൾവ് ചെയ്തു. ഇതൊന്നും സോൾവ് ആക്കലാവില്ല, ഇത് പ്രശ്നമാക്കലാവും. ആ പ്രോബ്ലം കണ്ട് സോൾവ് ചെയ്ത് നമ്മൾ പറയുന്ന ഓരോ സംഭവം നമുക്ക് ഓരോന്ന് പറയുമ്പോ എന്റെ വോയിസും മോഡുലേറ്റ് ചെയ്യും, വിരലും മോഡുലേറ്റ് ചെയ്യും. ഓക്കെ, ഹൃദയത്തിൽ നെഞ്ചിന് ഭയങ്കര ഒരു ഫീൽ, നെഞ്ചിന് ഭയങ്കരമായ ഫീൽ. കേൾക്കുന്നുണ്ടല്ലേ? നെഞ്ചിനെന്ന് പറയുമ്പോൾ നെഞ്ചിവിടെ വരും, ഫീല് എന്ന് പറയുമ്പോൾ ഫീല് വരും. ശബ്ദം ഒക്കെ ആണല്ലോ അല്ലേ? ഓഡിയബിൾ അല്ലേ? യെസ്. ഈ രൂപത്തിലായിരിക്കണം നിങ്ങളുടെ ജെസ്റ്റേഴ്സ് എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഹൗ ഷുഡ് ബി യുവർ ജെസ്റ്റേഴ്സ്, എങ്ങനെ ആയിരിക്കണം? അപ്പോ ഈ എക്സ്പ്രസ് നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മുടെ സൈസ്, നമ്മുടെ ഷേപ്പ് എല്ലാം കാണിക്കാനൊക്കെ എന്തിനു വേണം? ടീച്ചറിന്റെ ബോഡി മൂവ്മെന്റ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. എവറി ബോഡി മൂവ്മെന്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോക്ക്, മൂവ് ഹാൻഡ്സ്, ഫിംഗേഴ്സ്. നമ്മുടെ കൈകൾ നമ്മളെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ആക്കുക, മുടി ഇങ്ങനെ ആക്കുക, മൂക്ക് ഇങ്ങനെ ആക്കുക, തോണ്ടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ചുണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കാം, അങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ക്യാമറയിൽ ഇങ്ങനെ കാണാം, അന്തമുട്ടി ഇരിക്കുന്നതായിരിക്കും. ഓക്കെ, നോക്ക്, എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകം കൊടുത്ത് നോക്ക്. While talking, the students show agreements by nodding head so as to encourage students to going and explaining. അവർ കുട്ടികൾ ഉത്തരം പറയുക യെസ് യെസ് കറക്റ്റ്. നമ്മൾ തല അങ്ങ് നോഡ് ചെയ്യൂലേ? നോഡ് ചെയ്ത് നമ്മൾ നോഡ് ചെയ്ത് ശീലിക്കണം. എക്സാക്ട്ലി കറക്റ്റ്. നമ്മളിങ്ങനെ മൂവ് ചെയ്യില്ലേ? നമ്മൾ വിരലൊക്കെ ഇങ്ങനെ ചൂണ്ടി പോകും. ചോദ്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ ചൂണ്ടരുത് കേട്ടോ. ചോദ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കാനേ പാടുള്ളൂ, ഇങ്ങനെ ആക്കരുത്. യെസ് മോനെ പറയാൻ പറ്റുമോ? പറയടാ, അങ്ങനെ പറയരുത്, ഇങ്ങനെ. ഓക്കെ, അപ്പൊ മൂവ് ചെയ്തു, മൂവ് ദ ഫിംഗേഴ്സ്. അപ്പൊ മൂവ് ചെയ്തു. ഷോ അഡോറേഷൻ, വണ്ടർ, റൈസിംഗ് ഐബ്രോസ് ആൻഡ് ത്രോ ഇൻട്രസ്റ്റ്. വാട്ട് യു ഇൻട്രസ്റ്റ് അബൌട്ട് ഇറ്റ്? ഇപ്പൊ കുട്ടികൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ come on tell, ഇങ്ങനെ ആക്കേ, come on tell. ഇത് ജഗതി പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. come on tell, come on. അയ്യേ, നിങ്ങളെ എക്സ്പ്രഷൻ വരുന്നേ എനിക്ക് ചൂടെടുക്കണ്ടല്ല. എനിക്ക് കുട്ടിയൊക്കെ ഇങ്ങനെ ആക്കിയത് കാണുമ്പോൾ കുട്ടികൾ തോന്നും ആ ടീച്ചർക്ക് എന്താ ചൂടെടുക്കണ്ട, ഫാൻ കൊടുക്കുന്ന പറയുന്ന അവസ്ഥയല്ല ഞാൻ പറഞ്ഞത്. വി ആർ എക്സ്പ്രസിങ് യെസ് കം ഓൺ ടെൽ ടെൽ എന്ന് പറയുമ്പോൾ ആ ടെല്ലാണത്. കണ്ണു ജസ്റ്റ് വരുന്നെങ്കിൽ യെസ് 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 കറക്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾ കറക്റ്റ് പറയും. നേരെ മറിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ യെസ് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ അവിടെ പറയുന്നുണ്ട്, ഇത് ടീച്ചർക്ക് എന്തോ ചൂടെടുത്തിട്ടാണ് ഈ വീശുന്നതെന്ന് മാത്രമേ കുട്ടികൾ വിചാരിക്കുള്ളൂ. ഡു യു ഗെറ്റ് മീ? ടീച്ചറെ കിട്ടിയോ? മമ്മൂട്ടി പറഞ്ഞാൽ ഇത് കുറച്ച് പണി ഉണ്ടല്ലോ എന്ന് പറയോ? മാഷെ, സാറ് പറഞ്ഞില്ല ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഒരു വിരല് ചൂണ്ടരുത് എന്നുള്ളത്, 5 വിരലിച്ച്, അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്താണത്? പറയ്. ഈ പറയുന്ന പറയുമ്പോ തന്നെ എന്റെ അടുത്ത് ഒരു ആരഗന്റ് ഫീൽ വരുന്നില്ലേ? പറയും അസ് പറഞ്ഞ എന്റെ ബോഡി ലാംഗ്വേജ് തന്നെ എന്താ പറയുന്നത്? പറയും രണ്ടും തമ്മിൽ അങ്ങനെ പറയാൻ പറയുമ്പോ എക്സാക്ട്ലി. പേടിയാണ്. പറയും ഇങ്ങനെ ആക്കുന്ന സമയത്ത് അത് നമ്മളൊരു ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാലും എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. യെസ്
വെരി ഗുഡ്, എക്സലന്റ്, അടിപൊളി. യെസ് യെസ്. മോട്ടിവേഷൻ കൊടുക്കണ രൂപത്തിൽ. ആ ഇങ്ങനെ ചൂണ്ടുമ്പോൾ നമ്മുടെ വോയിസ് മാറും. അതുകൊണ്ടാണ് കേട്ടോ. കാരണം നമ്മുടെ ആക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഫീൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ സംസാരത്തിന് രണ്ടാമത്തെ റോളേ ഉള്ളൂ. ഓക്കെ, നോക്ക് ജസ്റ്റേഴ്സ് പറഞ്ഞു മിമിക് ടു ഷോ അഗ്രിമെന്റ്സ്, ഡിസഗ്രിമെന്റ്, വണ്ടർ, ബിലീഫ്, ആങ്കർ, ഇൻ കോംപ്രിഹെൻഷൻ. നോക്ക്, നമുക്ക് മിമിക്രി അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അടിപൊളിയാണ് സാർ. എങ്ങനെ? നമുക്ക് അഗ്രിമെന്റുകൾ, യെസ്, ആ ഒരു ബോണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ബോണ്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? നമുക്ക് നമ്മളുടേതായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ആ രൂപത്തിൽ നമ്മള് മൈക്കിൽ ഹലോ എല്ലാ സംവിധാനങ്ങളും റെഡിയാണ്. നമുക്ക് ഭയങ്കര ഫീൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഫീൽ കിട്ടുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടാവും, ഡിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മള് മിമിക് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരാളെ അനുകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ മകനോട് പറഞ്ഞു, അപ്പൊ അച്ഛൻ മകനോട് പറഞ്ഞു എന്ന് പറയും, ആ ഒരു ഫീൽ ആക്കി കിട്ടും. അച്ഛാ എന്ന് പറഞ്ഞാല് മോണോ ആക്ട് പരിപാടിയില്ലേ, മോണോ ആക്ട്. ഈ മോണോ ആക്ട് ചെയ്യാൻ ആര് പഠിക്കണം? കൊഞ്ചം. ക്ലിയർ ആയോ? അതിനാണ് ഇവിടെ എന്ത് പറഞ്ഞത്? മിമിക് ചെയ്യാന്ന് പറഞ്ഞത്, അനുകരിക്കുക. മകൻ ഓടിയങ്ങ് വന്നു. എന്താ ആ റോളിലേക്ക് നമ്മൾ മാറി. മണിയിൽ ഒന്നുമില്ല അച്ഛാ. സി, നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ആ ആളുകൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയും. യെസ് 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 യെസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയുണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് വേദികളിലേക്ക് ഒരു ഒഴിവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ ഇപ്പൊ ഫീൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സാധ്യത. ഓക്കെ, നെക്സ്റ്റ് ക്ലാപ്പ് ഹാൻഡ്സ് ടു അട്രാക്ട് ദ സ്റ്റുഡൻസ് അറ്റൻഷൻ ടു ഹാപ്പിനെസ് ആൻഡ് വണ്ടർ. അടുത്തൊരു പോയിന്റ് പറഞ്ഞതാ, ഇടയ്ക്ക് ശ്രദ്ധ പോകുന്നുണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ് കം ഓൺ, ഗിവ് മീ എ ക്ലാപ്പ്, യെസ് കം ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ എവിടേക്ക് തിരിച്ചു വരും? നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. ഓക്കെ, സോ ജസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഈ സംഭവങ്ങളൊക്കെ നമുക്ക് രണ്ടാമത്തെ ഇപ്പൊ പറഞ്ഞു വന്ന സ്റ്റിമുലസ് വേരിയേഷന്റെ രണ്ടാമത്തെ കോമ്പണന്റ് മാത്രം കേട്ടോ, സ്റ്റിമുലസ് വേരിയേഷൻ കഴിഞ്ഞിട്ടില്ല. ദെൻ സ്റ്റിമുലസ് വേരിയേഷന്റെ മൂന്നാമത്തത് പറയുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ പ്രസന്റേഷന്റെ സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ചേഞ്ചിങ് ദ സ്പീച്ച് പാറ്റേൺ മസ്റ്റ് ബി ചേഞ്ച്ഡ്. ഹൗ? എങ്ങനെയാ സ്പീച്ച് പാറ്റേൺ ചേഞ്ച് ചെയ്യാം? നിങ്ങൾ പറഞ്ഞൊരു കഥ എന്ന് വിചാരിക്കും. ഒരമ്മനെ കുറിച്ചൊരു കഥ പറയുകയാണെങ്കിൽ, ഒരമ്മ, ആ അമ്മയുടെ ഒരു ഫീലിംഗ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു മോഡിലേക്ക് പോകണം. ഡോണ്ട് ബി മൊണോട്ടമസ് എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്പീക്ക് അട്രാക്റ്റീവ്ലി ആൻഡ് എനർജിക്കലി. നല്ല എനർജിയോടുകൂടി, നല്ല അട്രാക്റ്റീവോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? പ്രസന്റ് ചെയ്യാൻ കഴിയണം. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സങ്കടം എന്ന് പറയുമ്പോൾ സങ്കടം, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? സങ്കടം എന്ന് പറയുമ്പോൾ സന്തോഷത്തില്, എൻജോയ്മെന്റിൽ എന്ന് പറയുമ്പോൾ എൻജോയ്മെന്റ് ആവണം. ആർ യു റെഡി എന്ന് ചോദിക്കുമ്പോൾ അത് റെഡി ആയിരിക്കണം ആ ചോദ്യം. ഓക്കെ, ആർ യു റെഡി? ഷാൽ വി സ്റ്റാർട്ട് അവർ ക്ലാസ്? ഓക്കെ മിസ് എന്ന് അവർ പണ്ട് പറഞ്ഞതുപോലെ ആരോടും പറയും, നിങ്ങളോടും പറയും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവര് രണ്ട് കാര്യങ്ങൾ ഈ സ്കൂൾ കുട്ടികൾ അറിയാതെ പറഞ്ഞ സംഭവം. ഗുഡ് മോർണിംഗ് മിസ് എന്ന് പോകാൻ നേരത്ത് താങ്ക് യു മിസ്. ഇതൊരു അറിഞ്ഞു പറയുന്നതല്ല, ഇതൊരു അൺകോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. ദിവസങ്ങളോളം ക്ലാസ്സിൽ പറഞ്ഞ് ശീലമായപ്പോ ടീച്ചർമാർ ആര് ബെല്ലടി ഇട്ടാൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? താങ്ക് യു മിസ്. അത് ശീലമായിപ്പോ. നമുക്ക് അങ്ങനെ പോരാ. നമുക്ക് മൊണോട്ടോണസ് ആവരുത്. നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരാ, നമ്മുടെ കൂടെയുള്ള പേഷ്യൻസിനെ കൊണ്ടും മീൻസ് ക്ലയൻസിനെ കൊണ്ടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളെ കൊണ്ടും സംസാരിക്കണം. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് നമ്മൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ഒരു കാര്യം സംഭവിച്ചു പോരാ. ഗെറ്റ് മീ? മനസ്സിലാകുന്നുണ്ടോ മക്കളെ? ഓക്കെ, അദ്ദേഹം പെട്ടെന്ന് വന്നു, ഞാനത് കേട്ടു, വളരെ സങ്കടത്തോടു കൂടി ഞാനത് മനസ്സിലാക്കി.
അയാള് പെട്ടെന്ന് വന്നു ആ കാര്യം വളരെ സങ്കടത്തിൽ ഞാൻ കേട്ടു. ആ വോയിസിന്റെ ടോൺ ഇങ്ങനെ അങ്ങ് കേറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ തട്ടണം അല്ലേ? തട്ടൂലേ? തട്ടിക്കണം. അപ്പോഴാണ് നമുക്ക് ഓഡിയൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നതാണ് ചേഞ്ച് ദ സ്പീച്ച് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, സ്പീക്ക് ലൗഡ്ലി ഇനഫ് ഫോർ ദ സ്റ്റുഡൻസ് ആൻഡ് ബാക്ക് ടു ഹിയർ. ഓക്കെ, കുട്ടികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആ റേഞ്ചിലേക്ക് ടീച്ചർ എത്തണം. ഞാൻ വരികണ്ടോ? ടീച്ചർ ഈസ് സെയിങ് ബട്ട് ഡു നോട്ട് ടു ലൗഡ് സോ ദാറ്റ് സ്റ്റുഡൻസ് ഫ്രണ്ട് ഗെറ്റ് ഷോക്ക്. നമ്മൾ ഓഡിയൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഓവർ ശബ്ദമിട്ട് സംസാരിക്കരുത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്കാണ്. സി, ഞാൻ ഷാബുസാർ ഇതൊക്കെ പറഞ്ഞു നല്ല ശബ്ദം ഉണ്ടായിക്കോട്ടെ, ഒരുപാട് ശബ്ദത്തോടെ സംസാരിക്കേണ്ട. സ്പീച്ച് പാറ്റേൺ ഇങ്ങനെ മോഡുലേഷൻ മാറിക്കൊണ്ടേയിരിക്കണം. മോഡുലേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പോഴേ കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോ ഒരു ഹാളിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രണ്ടിൽ 2 ബോക്സ് ഉണ്ടാവും, ബാക്കിലേക്ക് ബോക്സ് ഉണ്ടാവില്ല. അപ്പൊ ഫ്രണ്ടിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് ഭയങ്കര സൗണ്ടും ബാക്കിലുള്ള ആൾക്ക് സൗണ്ട് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ, 100-ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് പറയണം ഒരു ബോക്സ് ഫ്രണ്ടിൽ ഈ സൈഡിലും ഒരു ബോക്സ് ബാക്കിൽ വെച്ചാൽ മതി, ആ സൗണ്ട് ക്ലിയർ ആയിട്ട് പോയിക്കോളെന്ന് പറയാം. അല്ലെങ്കിൽ 4 ബോക്സ് വെക്കാൻ 2 ബോക്സ് ഫ്രണ്ട് 2 ബോക്സ് ബാക്കിൽ വെക്കാൻ പറയാം. അല്ലെങ്കിൽ സൗണ്ട് വലിയ പ്രശ്നമാവും. ഈ ഡാൻസും പാട്ടും പരിപാടി പോലെയല്ല എന്ത് നമ്മുടെ ട്രെയിനിങ്. സൗണ്ട് ഇല്ലെങ്കിൽ വലിയ പ്രയാസമാണ്. എഫക്റ്റ് കൂടാൻ എന്ത് വേണം? സൗണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നു, നമ്മുടെ വോയിസ് മോഡുലേഷൻ നമ്മൾ ചേഞ്ച് വരുത്തുന്നു. നമ്മൾ ചില വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ, ചില വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി നമ്മൾ പറയും അല്ലെ? ഒരു എക്സാമ്പിൾ, ഒരു കഥ ഫീലിംഗ്. അങ്ങനെ ട്രെയിനിങ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സി, നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ലെറ്റ് മി ടെൽ യു സ്റ്റോറി. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിനെ തട്ടുന്ന, നമുക്ക് സ്വാധീനമുണ്ടാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? മുമ്പ് ഒരു അർദ്ധരാത്രി, ഒരു 11:30 കഴിഞ്ഞു. തണുപ്പ്, അല്പം തണുപ്പുണ്ട്. ഒരു ധനികൻ ഒരു റോഡിലൂടെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന്റെ കാറൊക്കെ പാർക്ക് ചെയ്ത് രാത്രി ചെറിയൊരു നടത്തം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. ഇയാളെ കണ്ടപ്പോ ഇതായിരിക്കും ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല, ഞാൻ സ്ഥിരമായിട്ട് ഇവിടെയാണ് കിടക്കാറ്. നിങ്ങൾ ഇതിൽ ഹാപ്പിയാണോ? അയാൾ പറഞ്ഞു, ഞാൻ വളരെ ഹാപ്പിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതപ്പ് കൂടി തരാം, തണുപ്പ് കൂടി വരികയില്ലേ, പുതപ്പ് കൂടി തരാം, നിങ്ങൾ സന്തോഷവാനാകുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലല്ല, എനിക്ക് നിങ്ങളെ കാണാൻ വളരെയധികം സന്തോഷം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നോ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് ഇവിടെ തന്നെ വളരെ സമാധാനത്തോടെ. അല്ല, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ. ഇല്ല, ഞാൻ വരുന്നില്ല, വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. എന്നും എനിക്ക് ഇതൊരു തണലാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന നാളെ എനിക്ക് അത് അത്താണില്ലല്ലോ, സോ എനിക്ക് ഇത് ബെസ്റ്റ് ആണ്, നോ പ്രോബ്ലം. അതേ പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ തണുത്ത് വിറച്ച് മരിക്കേണ്ട, ഞാൻ നിങ്ങൾക്കൊരു പുതപ്പ് തരാം. വെയിറ്റ്, ഐ വിൽ ഡെഫിനറ്റ്ലി വെയിറ്റ്, ഐ വിൽ ഡെഫിനറ്റ്ലി, ഡോണ്ട് വറി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ എത്തിയ സമയത്താണ് അവിടുത്തെ ചെറിയ കുട്ടി കളിക്കുന്നതിന്റെ താഴെ വീണിട്ട് അദ്ദേഹം പിന്നെ ശ്രദ്ധ മാറിപ്പോയി. രാത്രി 3 മണിയായപ്പോൾ അയാൾ നെറ്റി ഉണർന്നപ്പോൾ അയാൾ വേഗം എണീറ്റിട്ട് വിചാരിച്ചു, അയ്യോ, അയാൾക്ക് ഞാൻ പുതപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഓടി എണീറ്റ് പുറത്തോട്ടിറങ്ങി ഈ യാചകന്റെ അടുത്തേക്ക് ഓടി ചെന്നപ്പോൾ അദ്ദേഹം തണുത്ത് വിറച്ച് അദ്ദേഹം ശ്വാസം മരിക്കാനായിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു വാചകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ സ്വയം പര്യാപ്തമായിരുന്നു ഏതൊരു തരത്തിനെയും നേരിടാൻ. നിങ്ങൾ നൽകിയ പ്രതീക്ഷയാണ് എന്റെ ജീവിതത്തിൽ എന്റെ ഉള്ള ലൈഫിന്റെ, എന്റെ ഉള്ള കോൺഫിഡൻസും എന്റെ ഉള്ള എബിലിറ്റിയും നശിപ്പിക്കാൻ കാരണമായി മാറിയത്. നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മൾ അനാവശ്യമായി ഒരാൾക്ക് പോലും ഓഫറുകൾ കൊടുക്കരുത്, നമുക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എന്നുള്ളതാണ് എന്റെ അടുത്ത ടോപ്പിക്. സി, ഞാൻ ഈ പറഞ്ഞ ഒരു സീക്വൻസിലേക്ക് മനസ്സിലായില്ലേ? മോഡുലേഷൻ ഉണ്ടായിരുന്നോ? ഈ ഗ്രഹനാഥം വന്നത് ഫീൽ ചെയ്തോ? ഭിക്ഷക്കാരനെ ഫീൽ ചെയ്തോ? അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ്, എംപതി ഫീൽ ചെയ്തോ? ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ട്രെയിനിങ്ങിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ്മെന്റ്സ്, നമ്മുടെ ജെസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമ്മുടെ വോയിസ് ടോൺ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഗെറ്റ് മീ? സോ നമ്മള് അതിനനുസരിച്ച് ഇനി നെക്സ്റ്റ് ഇതേ സ്റ്റിമുലസ് വേരിയേഷൻസിൽ നമ്മൾ എടുക്കുന്ന അടുത്ത
കോമ്പണന്റ് ആണ്. ഈ കോമ്പണൻസ് ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്. നിങ്ങളെ ഇതില് 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഇത് ട്രെയിനർ ആണ്. ട്രെയിനറും ക്ലാസ്സും തമ്മിൽ കോമൺ ആയിട്ട് ചോദ്യങ്ങൾ വേണം. സ്റ്റുഡൻസ് ഓഡിയൻസ്, ലെറ്റ് മീ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹു ക്യാൻ ആൻസർ എന്ന് ചോദിക്കാം. ഇങ്ങനെ ആക്കിയാൽ മതി, ഓഡിയൻസ് മൊത്തം കവർ ചെയ്തോളൂ. രണ്ടാമത്തത്, ചില ആളുകളോട് സ്പെസിഫിക് ആയി ചില ചോദ്യങ്ങൾ ചോദിക്കണം. ചില ആളുകളോട് സ്പെസിഫിക് ആയി ചോദ്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഇയാൾ പറഞ്ഞേ, എന്താ ഇയാളുടെ പേര്? യെസ്, പറഞ്ഞേ. സ്പെസിഫിക് ആയി ചോദിക്കണം, അപ്രീസിയേഷൻ കൊടുക്കണം. മൂന്നാമത്തത്, ഓക്കെ, ഐ വിൽ ഗിവ് യു എ ടോപ്പിക്, യു ക്യാൻ ഡിസ്കസ് എന്ന് പറഞ്ഞ് ഓഡിയൻസ് ടോപ്പിക് കൊടുക്കണം. അപ്പൊ ഓഡിയൻസ് ടോപ്പിക് കൊടുക്കുന്ന സമയത്ത് ഓഡിയൻസ് പരസ്പരം ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ ആയിരിക്കണം ക്ലാസിന്റെ സ്റ്റൈൽ. യു ഗെറ്റ് മീ? നിങ്ങൾ മാത്രം പറഞ്ഞു പോയാൽ അത് അട്ടർ ബോറായിരിക്കും. ഓക്കെ, ഇത് ഏത് സ്കില്ലിൽ വരുന്നതാണ്? സ്റ്റിമുലസ് വേരിയേഷൻ സ്കില്ലിൽ വരുന്നതാണ്. അതേ കോമൺ 5ാമത്തെ സ്കില്ല് നോക്ക്, വെർബൽ ഫോക്കസിങ്. അപ്പൊ നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു അല്ലെ? നോക്ക് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തപ്പോ നിങ്ങളൊന്ന് നോക്കി. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ഫോക്കസിങ് എന്ന് പറയാം. അപ്പൊ നമ്മള് പവർ പോയിന്റ് പിക്ചർ ഇട്ടു. സി ദ പിക്ചർ നോക്ക്. അപ്പൊ നമ്മൾ നോക്കൂ, ഒരു ഗ്യാപ്പ് ഉണ്ടാവും അവിടെ. അപ്പൊ അറിയാതെ നമ്മൾ നോക്കൂ. ഓക്കെ, ജെസ്റ്ററൽ ഫോക്കസിങ് എന്ന് പറഞ്ഞ ഇതിനാണ്. നമ്മൾ കൈ ഇങ്ങനെ കാണില്ലേ? സോ ഇതാണ്. അപ്പൊ അങ്ങനെ ഒരു വെർബൽ ഫോക്കസിങ് ഉണ്ട്, ജെസ്റ്ററൽ ഫോക്കസിങ് ഉണ്ട്. വെർബൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായൊരു പ്രശ്നം. അപ്പൊ ആ ഒരുവിന്റെ ഇടയിലെ ഗ്യാപ്പുകളുണ്ടല്ലോ, ഒന്നിങ്ങനെ ഫോക്കസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ ഫോക്കസിങ്. ദെൻ നെക്സ്റ്റ് പോസിങ്. ഈ ഫോക്കസിങ്ങിന്റെ ഇച്ചിരി കൂടി ഹയർ ലെവലാണ് ഈ പോസിങ് എന്ന് പറയുന്നത്. ഫോക്കസിങ് നമ്മൾ പറഞ്ഞത് ടീച്ചർ ഡ്രോ ദ അറ്റൻഷൻ ടു ദ പീപ്പിൾ ടു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലെസൺ എന്നുള്ളതാണ്. ബൈ യൂസിങ് വെർബൽ ജെസ്റ്ററിങ്, വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടോ. ലുക്ക് ഹിയർ, 2 ടെർമിനോളജിയാണ് അവിടെ ഉപയോഗിക്കുക ടീച്ചർ ഫോക്കസിങ്ങിന് വേണ്ടിയിട്ട്. ലുക്ക് ഹിയർ, ഇങ്ങോട്ട് നോക്ക്, ശ്രദ്ധിക്കുക, ഒന്ന് നോട്ട് ചെയ്യണേ. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗ്സ് ആണ് ഫോക്കസിങ്ങിൽ വരിക. എന്ന് പറഞ്ഞാൽ അടുത്ത ഏരിയ ഫോക്കസ് ചെയ്യാനുള്ള എന്നുള്ളതാണ്. അപ്പൊ അതുമായി അസോസിയേറ്റ് ചെയ്തതാണ് സംഭവം ഈ പോസിംഗ് ആണ്. പോസിംഗ് ആണ് ശരിക്കും അട്ടർ സ്റ്റോപ്പിംഗ്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത് ശരിക്കും എന്താണ്? പോസിംഗ് ആണ്. നേരത്തെ പറഞ്ഞ ഫോക്കസിംഗ് നോക്കുമ്പോഴേ അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു ഫോക്കസിംഗ് ആണ്. ആ ഫോക്കസിങ്ങിന് കൂടെ ഏത് വരും? പോസിംഗ് കൂടി വരും. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ, പോസിംഗ് കൂടി വരുമ്പോൾ ദിസ് മീൻസ് സ്റ്റോപ്പിംഗ് ബൈ ദ ടീച്ചർ ഫോർ എ മൊമെന്റ്. ഒരു സെക്കൻഡിൽ നമ്മൾ നിൽക്കും. ട്രെയിനർ ആണല്ലോ, ടീച്ചർ ആണല്ലോ, നിൽക്കും. എന്നിട്ടോ ഒന്ന് സൈലന്റ് ആവും. ഓട്ടോമാറ്റിക്കലി എല്ലാ അറ്റൻഷൻസ് ഏതിലേക്ക് തിരിച്ചു വരും? ഇതിലേക്ക്. അപ്പൊ എന്തിനാ നമ്മൾ പറയുന്നത്? ഫസ്റ്റ് വൺ ടു എംഫസൈസ് ദ പോയിന്റ്. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച പോയിന്റിനെ അത് എംഫസൈസ് ചെയ്യും. 2, സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യും. സസ്പെൻസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് കുട്ടികൾക്ക് ഒന്ന് ആലോചിക്കാനുള്ള സമയം അതിൽ വരും. പിന്നെ കുട്ടികൾക്ക് ഒരു എൻകറേജ്മെന്റ് ഫീൽ ചെയ്യും. വരാണ്ടല്ലോ, അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ലെക്ചർ കൊടുക്കുന്നതിന് പകരം കുട്ടികളെ മിസ്ബിഹേവിയർ എന്താണോ ആ സിറ്റുവേഷൻ, എങ്ങനെയാണോ വരുന്നത് ഒക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ലാസ്റ്റ് പോയിന്റ്, ടു ഗീവ് സ്റ്റുഡൻസ് ടൈം ടു മേക്ക് നോട്ട്സ് ബിഫോർ കണ്ടിന്യൂയിങ് വിത്ത് ദ ലെക്ചർ ഓഫ് ഡിക്റ്റേഷൻ ടു ഷോ ഡിസപ്രൂവൽ ഫോർ സ്റ്റുഡന്റ് മിസ്ബിഹേവിയർ. ഇതിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു കുട്ടികളോട് അങ്ങനെ കളിക്കാന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, അപ്പോൾ ഒരുത്തനാണ് ബാക്കിൽ നിന്ന് കളിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് നോക്കിയാൽ എല്ലാവരും സൈലന്റ് ആവും. അലമ്പ് കളിക്കണേനും ഒന്ന് സൈലന്റ് ആവും. ശരിയല്ലേ? ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പോസ് യൂസ് ചെയ്യാം. Then ഇത് ലാസ്റ്റ് ഒരു പോയിന്റ് ആണ്. ദിസ് ഇസ് ഓറൽ വിഷ്വൽ സ്വിച്ചിങ്. ഓറൽ വിഷ്വൽ സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വായ കൊണ്ട് പറയുന്ന സംഭവങ്ങൾ വിഷ്വലി നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ്. When a trainer or teacher while speaking shows the object, chart and models, explain their various parts, it is a switching from oral to visual. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നതോട് കൂടിയിട്ട് എന്തെങ്കിലും ചിത്രങ്ങളോ കാര്യങ്ങളോ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ പറയാ
ഓറൽ വിഷ്വൽ എന്ന് പറയാം. ഓക്കെ, അതേപോലെ ഓറൽ വിഷ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനർ ടീച്ചർ സ്പീക്കിംഗ് ഷോസ് ഒബ്ജക്ട്സ് മാപ്പ് ചാർട്ട് എക്സെട്ര, ഇത് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്വിച്ചിങ് ഫ്രം ഓറൽ ടു വിഷ്വൽ. ഇപ്പം നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തു, പിന്നെ സാധനം എടുത്തെടുത്തു, പിന്നെ എലാബറേറ്റ് ചെയ്തു. ഇത് രണ്ടാമത്തേല് നമ്മൾ ജസ്റ്റ് എലാബറേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തേലേക്ക് പോകുമ്പോൾ ഒരു വിഷ്വൽ കാണിച്ചു കൊടുക്കുന്നു, ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 തരത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇമേജ് കാണിച്ചു കൊടുക്കുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താ പറയാ, ഓറൽ വിഷ്വൽ സ്വിച്ചിങ് എന്ന് പറയാം. അപ്പൊ എത്ര സ്കില്ലായി? 8 സ്കില്ലായി അല്ലേ? ഈ സ്കില്ല് നിങ്ങളെ വെച്ചിട്ട് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇത്രയാണ് ഇതിന്റെ കോമ്പണന്റ്. ഈ 8 കോമ്പണന്റ് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് മാർക്കിട്ട് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഇതിന്റെ മൂവ്മെന്റ്സിലാണോ, ഗസ്റ്റേഴ്സിലാണോ, വോയിസ് ചേഞ്ചിലാണോ, ഫോക്കസിങ്ങിലാണോ, എന്റെ ഇന്ററാക്ഷൻ സ്റ്റൈലിംഗ് ആണോ, എന്റെ പോസിംഗിലാണോ, എനിക്ക് ഓറൽ സ്വിച്ചിങ് ഉണ്ടോ, എന്റെ ഫിസിക്കൽ കുട്ടികളുടെ ഇടയിൽ ഞാൻ നടക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കൂ. അണ്ടർസ്റ്റാൻഡ് ആയോ? മനസ്സിലായി. അപ്പൊ നിങ്ങള് ഇപ്പോ സ്റ്റിമുലസ് വേരിയേഷൻ എന്താണ് എന്നുള്ളത് പരിപൂർണമായി മനസ്സിലായി. അത് അളക്കാനും നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ കൂട്ടിച്ചേർക്കാണ്. ഒന്ന്, ഒരു ട്രെയിനിങ് ഭാഗം നിങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രെയിനിങ് ഭാഗം പ്രസന്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഓക്കെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ സ്കിൽ ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ ലെസൺ എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമുക്ക് സൂചിപ്പിക്കാം. ഒന്ന് നോക്കണേ. ഒന്ന്, പ്രിലിമിനറി അറ്റൻഷൻ. ഒന്നുമില്ല, നിങ്ങളെ കുട്ടികൾ വേറെ പല കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ അവരെ അറ്റൻഷൻ കിട്ടാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു പൊടിക്കൈ നിങ്ങൾ എഴുതണം. ക്ലാപ്പിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ മിഠായി കാണിച്ചിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, അത് പറയുന്ന ആക്കി ഞാൻ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധ അങ്ങോട്ട് വരും. ഓക്കെ, അപ്പൊ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് ഐദർ യു ക്യാൻ യൂസ് സ്റ്റോറി ടെല്ലിംഗ്, അതിനാണ് നിങ്ങൾ സ്റ്റോറി പഠിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടാം. ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ട് നമ്മളെല്ലാവരും പാട്ട് പാടിയല്ലോ, ആൾറെഡി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പാട്ട് പാടാം. ഈ പാട്ടല്ലാവില്ല കുട്ടിക്ക് ഇഷ്ടപ്പെടുക. കുട്ടിക്ക് ഒന്നും കൂടി ചിലപ്പോൾ വൈബ്രന്റ് ആയ പാട്ടുകളെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് തുടങ്ങാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡെമോ കാണിച്ചിട്ട് വീഡിയോ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും സംഭവം എന്തിൽ വേണം? നിങ്ങളുടെ ക്ലാസിന്റെ തുടക്കത്തിൽ വേണം. ഇതാണ് പ്രിലിമിനറി അറ്റൻഷൻ ഗെയിൻ എന്ന് പറയാം. രണ്ടാമത് കുട്ടികൾ നമ്മൾ ചോദിക്കും, മക്കളെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസന്റ് ചെയ്ത സംഭവത്തെ കുറിച്ച് അവരുടെ നോളജ് നമ്മൾ ചെക്ക് ചെയ്യും. അതിനാണ് യൂസ് പ്രീവിയസ് നോളജ് എന്ന് പറയാം അല്ലെ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല 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 ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, മക്കളെ ഇപ്പൊ നിങ്ങളൊരു വീഡിയോ കാണിച്ചു കൊടുത്തു. വീഡിയോ കാണിച്ചിട്ട് ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഡ്രഗ്സിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ടീച്ചറെ ഡ്രഗ്സിനെ കുറിച്ചല്ലേ, ഡ്രഗ്സിന്റെ ഉപയോഗങ്ങളും. അപ്പൊ നമ്മൾ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരാളുടെ ഒരു പഠിക്കാൻ പോയി, അയാൾ ഡ്രഗ്സ് യൂസ് ചെയ്ത് അയാളുടെ ലൈഫൊക്കെ ആൾക്കോളായി. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതിനെ കുറിച്ചായിരിക്കും ഡ്രഗ്സ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് എന്തൊക്കെ അറിയാം? അപ്പോൾ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ അപ്രോപ്രിയേറ്റ് ഡിവൈസസ്, ലെക്ചറിങ്ങോ കഥകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാം. യു ഗെറ്റ് മീ? ഓക്കെ, എന്നിട്ട് നമ്മൾ ഏതുമായി കണക്ട് ചെയ്യണം? നമ്മൾ പറയാൻ പോകുന്ന ലിങ്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പഠിച്ചു, സ്റ്റിമുലസ് വേരിയേഷൻ പഠിച്ചു. ഇപ്പൊ ലെസൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതില് കുട്ടികൾ ശ്രദ്ധ നേടാനുള്ള ഒരു സ്റ്റോറിയോ കാര്യങ്ങളോ വെച്ച് തുടങ്ങിയിട്ട് നേരെ ഇതിലേക്ക് കൊണ്ടുപോവുക, നിങ്ങൾ ടോപ്പിക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. ഡു യു ഗെറ്റ് മീ? അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ സാറേ? ഓക്കെ, സോ ടുഡേ സെഷൻ നമ്മൾ അവസാനിക്കുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. നിങ്ങൾ ഓർമ്മിക്കാം, ഈ സെഷൻ നാളെ മുതൽ യു ഹാവ് ടു പ്രസന്റ്. നിങ്ങൾ പ്രസന്റ് ചെയ്യണം, ഒരു സ്റ്റോറി നിങ്ങൾ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ടോപ്പിക് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ആ പ്രസന്റ് ചെയ്യുമ്പോൾ അതൊരു ഇൻട്രൊഡ്യൂസറി ലെസൺ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നതെങ്കിൽ സ്ട്രെസ്സിനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങണം.
ഓക്കെ, നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു സൂയിസൈഡിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം അത് തുടങ്ങാൻ. ഓക്കെ, ഒറ്റയടിക്ക് നമ്മൾ സൂയിസൈഡിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെ ഓരോന്നിനെയും how you are going to introduce tomorrow's session. അത് വളരെ രസകരമാണ്. നാളെ മുതൽ you are starting the learning and teaching. ഓക്കെ, അപ്പൊ അടുത്ത സൺഡേ എല്ലാവരും ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ നമുക്ക് ട്രെയിനിങ് കൂടി ഇതിന്റെ ഒക്കെ ഒരു പ്രാക്ടിക്കൽ സെഷൻസ് ഇവിടെ വെച്ച് നടത്തി നമ്മുടെ ഹെസിറ്റേഷൻസ് ഒക്കെ കളഞ്ഞ് ഒരു ട്രെയിനിങ്ങിലേക്ക് ഡെവലപ്പ് ആക്കി മാറണം. ഓൺലൈൻ ഗൾഫിലുള്ള ആളുകൾ അടുത്ത സൺഡേയിൽ ഇതിന്റെ ഈ പ്രാക്ടിക്കൽ വരുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ട് അവിടെ വീഡിയോ എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതും അടിപൊളിയാവും. ക്ലിയർ? ഓക്കെ, സോ മൈ ഡിയർ ട്രെയിനേഴ്സ്, നമ്മൾ ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മണിക്കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ നമുക്കിത് കഴിയുമ്പോഴേക്കും നല്ല ട്രെയിനേഴ്സ് ആയിട്ട് നല്ല മെന്റേഴ്സ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ 7:30 സ്റ്റാർട്ട് ചെയ്താലും 7:40 തുടങ്ങിയതാണ് അല്ലെ, 8:41. ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ്. നിങ്ങൾ നല്ലോണം ട്രെയിൻ ചെയ്യാം. മാക്സിമം എക്സ്ക്യൂസസ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഈ ആകെ 10-15 ദിവസങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ പെൻഡിങ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ഡേയിലേക്ക് പോകുമ്പോൾ നമ്മൾ പവർ പോയിന്റ് പ്രസന്റേഷൻസ് നിങ്ങളെ പഠിപ്പിക്കും. പവർ പോയിന്റ് പ്രസന്റേഷൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ. ഓക്കെ, ചിലപ്പോഴല്ല, പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ടെസ്റ്റ് തരും, ഒരു 10 മിനിറ്റ് സമയം തരും. ആ 10 മിനിറ്റ് ഡിഫറെന്റ് ടോപ്പിക്സ് തരും. ആ 10 മിനിറ്റ് ഡിഫറെന്റ് ടോപ്പിക്സിൽ ബേസിക് ആയിട്ട് സംഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് സമയം തരും. ആ സമയത്തിനുള്ളിൽ ഒരു PPT ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയി മാറുമ്പോ പിന്നെ നിങ്ങൾ ആരുടെ മുമ്പിലും അഭിമാനത്തോടുകൂടി നെഞ്ചുറപ്പോടുകൂടി ചങ്കുറപ്പോടുകൂടി ചന്തുവിനെ തോൽപ്പിക്കാറാവില്ല മക്കളെ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ബൈ, ഗുഡ് നൈറ്റ്. Good night, sir. Thank you. Good night, sir. Bye bye.